ഒരു വർഷം മുൻപ് 2024 ജൂലൈ 30-ന് കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടലിൽ സർവ്വവും നശിച്ച വയനാട്ടിലെ ചൂരൽമലയും സമീപ പ്രദേശമായ മുണ്ടക്കയും അതിജീവനത്തിന്റെ പാതയിലാണ്. എന്നാൽ ദുരന്തത്തിന്റെ കെടുതികൾ ഇപ്പോഴും ഈ ഗ്രാമങ്ങളെ വേട്ടയാടുകയാണ്. മരിച്ചവരെക്കാൾ വലിയ കഷ്ടപ്പാടിലാണ് അവശേഷിക്കുന്നവർ ജീവിക്കുന്നതെന്ന് പ്രദേശവാസികളും വ്യാപാരികളും ഒരേ സ്വരത്തിൽ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ കാര്യമായി ലഭിക്കാതെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാൻ പാടുപെടുകയാണ് ഇവിടുത്തെ മനുഷ്യർ. കടയിലേക്ക് വരാൻ ആളില്ല, ഉണ്ടായിരുന്നവരിൽ അധികവും മരിച്ചുപോയി, ബാക്കിയുള്ളവർ സ്ഥലം മാറിപ്പോയി. ടൂറിസ്റ്റുകളാണ് പിന്നെ ഉണ്ടായിരുന്നത്, അവരെ ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. വില്ലേജ് ഓഫീസും സ്കൂളും ബാങ്കും ഒന്നും ചൂരൽമലയിൽ ഇല്ലാത്തതിനാൽ കുറച്ചു നേരം മാത്രമാണ് കട തുറക്കുന്നത്. കൂടാതെ സർക്കാർ സഹായമൊന്നും കിട്ടിയിട്ടില്ലെന്നും ചൂരൽമല പഴയ പോലെ ഇനി ഒരിക്കലും ആകില്ലെന്നും ഈ പ്രദേശത്തിന്റെ ദുരിതം വ്യക്തമാക്കുന്നു. മുഹമ്മദിനെ പോലെ നിരവധി പേരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലുമായി ദുരിതക്കയത്തിലായിരിക്കുന്നത്. ഒരു വർഷം മുൻപ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശത്തെ വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ കൊണ്ട് തുടങ്ങിയ സംരംഭങ്ങൾ ഉരുൾ ദുരന്തം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി. അതോടെ വരുമാന മാർഗം പൂർണ്ണമായും നിലച്ചു.